മറുനാടൻ മലക്കം പറഞ്ഞു കണ്ടോ, സ്വന്തമായിട്ടൊരു വീഡിയോ തന്നെ ഇട്ടിരിക്കുകയാണ്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഈ മറുനാടനിലെ 1.5 മാസം മുമ്പ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഫണ്ട് പിരിക്കാൻ ഇറങ്ങിയത് $40,000 മറ്റൊക്കെയാണ് പറഞ്ഞത്. ഇവർക്കൊക്കെ, ഈ സോഷ്യൽ മീഡിയക്കാർക്കൊക്കെ ഇതുപോലെ ഫണ്ട് പിരിക്കാനുള്ള അതോറിറ്റി ആരാ കൊടുത്തത്? ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഇയാളൊരു പത്ര ഓഫീസിൽ നേരത്തെ എന്തോ ഒരു റിപ്പോർട്ടറായിട്ടൊക്കെ ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ചാനൽ, TV ചാനൽ പോലെ എന്തൊരു പ്രസന്റേഷൻ ഒക്കെ നടത്തി കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരാൾ. ഇയാൾ $40,000 പിരിച്ചു. ഇയാളുടെ എഫേർട്ട് കൊണ്ട് ആൾക്കാർ ഡൊണേറ്റ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ $20,000 നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം അഡ്വാൻസ് കൊടുത്തത്രേ. അത് കഴിഞ്ഞിട്ട് അടുത്ത $20,000 ഇയാളുടെ ആരുടെയൊക്കെയോ കൂട്ടുകാരുടെ കയ്യിലുണ്ട്. ഇവനൊക്കെ ഇത്രയും കാശ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഈ നാളെ ഓരോരുത്തരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയായിട്ടൊക്കെ ഇറങ്ങുമല്ലോ. ഫണ്ട് പിരിച്ച് വെട്ടിക്കുന്നവന്മാരുടെയൊക്കെ സ്ഥിരം പരിപാടി എന്താണെന്നോ, ഏതെങ്കിലുമൊക്കെ ചാരിറ്റി ഓർഗനൈസേഷനെ ആദ്യം കുറച്ച് കുറ്റം പറയും. അവൻ വെട്ടിച്ചു, ഇവൻ വെട്ടിച്ചു എന്നൊക്കെ ഞങ്ങൾ അവരെ അതിന്റെ കേസുകൾ പുറത്തു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിസിറ്റിയും കൊടുക്കും. അപ്പോൾ പൊതുവെ ഇവരെ അങ്ങ് വിശ്വസിക്കും. അപ്പോൾ ഇവൻ വലിയ ഹരിശ്ചന്ദ്രൻ മഹാത്മാവ്, ഒരു സമരിട്ടൻ എന്നൊരു വിശ്വാസം ഇവരാദ്യം നേടിയെടുക്കും. എന്നിട്ട് കുറച്ചാളും ഉണ്ടായിരുന്നിട്ട് ഇവർ പതുക്കെ ഫണ്ട് പിരിവുമായിട്ട് ഇറങ്ങും. ഇവിടെ ഈ നിമിഷപ്രിയ എന്ന ആ സ്ത്രീ യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ ഇപ്പോൾ ഭരണം നടത്തുന്ന റിബലുകളാണ്, ഹൂത്തി എന്ന് പറയുന്ന റിബലുകളാണ്. ശരിക്കും ഒരു ഗവൺമെന്റ് അവിടെ ഇല്ല. അവിടുത്തെ കറൻസി ലോകത്തൊരിടത്തും എടുക്കുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് പോലും അങ്ങോട്ട് കാശ് അയക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അല്ലെ, അവിടുന്ന് ഇങ്ങോട്ട് അവരുടെ കറൻസി വന്നു കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ രൂപയായിട്ട് മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പൊ നാളെ നിങ്ങൾക്ക് യമൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒരു $1,000 അല്ലെ $1,000 നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് അയക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ആ ഗവൺമെന്റിനെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ മറുനാടൻ എന്ന് പറയുന്ന ആള് യമനിൽ കൊണ്ട് കൊടുക്കാനായിട്ട് കാശ് പിരിക്കുന്നത്. ഈ കാശ് അല്ല അവിടെ എങ്ങനെ എത്തിക്കും? ഒരു ചാക്കിനകത്ത് കെട്ടി കൊണ്ടുപോകും. ഇയാളെയൊക്കെ വിശ്വസിക്കുന്ന പൊതുജനങ്ങളെ കഴുത എന്നല്ല എന്ത് പറയും. അയാളുടെ മലക്കം മറിച്ചിൽ എന്താണെന്നോ, $20,000 കൊടുത്തായിരുന്നു. അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ, $20,000 എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കി, 17 ലക്ഷം രൂപയാണ്. 17 lakhs. 40,000 ആകുമ്പോൾ 34 lakhs. ഈ 34 lakhs എന്നൊക്കെ പറയുന്ന ഇക്കാലത്ത് എന്തിനുണ്ട്? എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു നല്ല വീട് വെക്കണമെങ്കിൽ പോലും 34 lakhs ഒന്ന് തികയോ? ഒരു ഫ്ലാറ്റ് മേടിക്കാൻ പറ്റുമോ 34 ലക്ഷം കൊണ്ട്? $40,000 അവിടെ ചെന്ന് കഴിഞ്ഞാൽ മരിച്ച ആളുടെ ബന്ധുക്കൾ എവളോട് അങ്ങ് ക്ഷമിച്ചിട്ട് ആ കാശ് മേടിച്ചിട്ട് അവിടെ വിടുന്നാണ് വിചാരിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് ബോബി ചേമണ്ണൂര് ഒരു ഫണ്ട് റൈസിംഗ് നടത്തിയായിരുന്നു അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അയക്ക് അബദ്ധം പറ്റി അറബിയുടെ ഭിന്നശേഷിക്കാരനായ മകനെ കൊന്നു എന്നൊക്കെയായിരുന്നു കേസ്. അതിന്റെ ഫണ്ട് റേസ് ചെയ്തു, അയാളെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു എന്നൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾക്ക് കാശുള്ള ആളാണ്, ബിസിനസ്സുകാരനാണ്. അയാളുമായിട്ടൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഈ മറുനാടൻ ഷായ് എന്ന് പറയുന്ന റിപ്പോർട്ടറൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നത്. ഇയാളൊരു 34 ലക്ഷം കൊണ്ട് വന്നിരിക്കുന്നു. ഇതുപോലുള്ള വഞ്ചനകളൊക്കെ ജനങ്ങൾ എന്നാ ഒന്ന് മനസ്സിലാക്കുക. ഇതിലിപ്പോ പറയുന്നു അവിടുത്തെ ഏജന്റ് പറ്റിച്ചു. ഏത് ഏജന്റ്? അപ്പൊ ഇതെന്താ ഒരു ബ്രോക്കർ പരിപാടിയായിരുന്നു? അവിടുത്തെ ഏതെങ്കിലും വഴി നടക്കുന്ന ഒരു അറബിയെ പിടിച്ചിട്ട് ആരെ കാശ് കൊടുക്കുക, അയാൾ എന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന് വർത്താനം പറയുക. നമുക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ യമനിൽ പോയിട്ടുള്ള ആളാണ്, യമനിൽ ബിസിനസ് നടത്തിയിട്ടുള്ള ആളാണ്. ആ രാജ്യം എന്താണെന്നും ഈ സന സിറ്റി എന്താണെന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഹലോ എന്ന് പറഞ്ഞാൽ പോലും അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയ്ക്കും ഇംഗ്ലീഷുമായിട്ട് അകന്ന് ജീവിക്കുന്ന ഒരു രാജ്യമാണിത്. അവിടെ ചെന്നിട്ട് എന്റെ ആദ്യത്തെ വിസിറ്റിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരക്ഷരം അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക്. ഹലോ എന്ന് പറഞ്ഞാൽ ഫോണാന്നുള്ള കാര്യം അവർക്കറിയാം, ബാക്കിയൊന്നും അറിയില്ല. അങ്ങനെ ഒരു രാജ്യത്താണ് ഇവര് $20,000 പോക്കറ്റ് ഇട്ടുണ്ട് ഏതൊരു അറബിയുടെ കൈ കൊണ്ട് കാശ് കൊടുത്തെന്നൊക്കെ പറയുന്നു. എങ്ങനെ നന്നാകാനായിട്ടാ? എന്നിട്ട് ഇപ്പൊ അറബിയെ തപ്പി പോയിരിക്കുകയാണ്, വേറെ രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇയാൾ നേരെ അങ്ങ് മലക്കം പറഞ്ഞിരിക്കുകയാണ്. എന്ത് പറഞ്ഞ്? നിമിഷപ്രിയയെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കാശ് പോയി. 20,000 ഇപ്പോഴും കയ്യിലുണ്ട്. $20,000 ഇപ്പോഴും കയ്യിലുണ്ട്. ആ ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ചീഫ് ഉണ്ടല്ലോ, അവരുടെ കയ്യിലുണ്ട്. ഈ കാശ് ആര് കൊടുത്തു? പൊതുജനം കൊടുത്തു. പലരിൽ നിന്ന് കിട്ടിയ സംഭാവനയാണ്. ഇനി ഇവര് കാശ് തിരിച്ചു കൊടുക്കുമോ? എവിടുന്ന് കൊടുക്കാനായിട്ട്? തട്ടിപ്പ് ഏതെല്ലാം തരത്തിലാണ്. ഇതൊക്കെ ജനങ്ങൾ എന്ന് മനസ്സിലാക്കാനാണ്? പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റുകാരെയും കുറെ അങ്ങോട്ട് കുറ്റം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറെ ആൾക്കാർക്ക് സന്തോഷമാവും. എന്നിട്ട് ഇതുപോലുള്ള ഈ വഞ്ചകന്മാരുടെ കൊണ്ട് കാശ് കൊടുക്കും.